പക്ഷെ നീ ഇത് ആത്മാർത്ഥമായിട്ട് അറിയാൻ വേണ്ടിയാണ്. അത് എനിക്കത് വിശ്വസിക്കാൻ പറ്റണില്ല. നീ ഇത് ഇങ്ങനെ ചോദിച്ചുകൊണ്ട് വിശ്വസിക്കാൻ പറ്റില്ല. എന്നെ ഇത് ആരും പഠിപ്പിച്ചു തന്നിട്ടില്ല, പക്ഷെ ചെറുപ്പം മുതലേ ഞാനിത് വിശ്വസിക്കുന്നു. ഇല്ലേ? നമ്മൾ ആരെങ്കിലും ഇങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ടോ? പരിശുദ്ധാത്മാവിലൂടെ മറിയം എങ്ങനെ ഗർഭിണിയായി? ആരും പഠിപ്പിച്ചിട്ടില്ല. പക്ഷെ നമുക്ക് ഒരു സംശയം തന്നെ ഉണ്ടായിട്ടില്ല. അത് വിശ്വാസം എന്ന ദാനമാണ്. വിശ്വാസം നമുക്ക് ലഭിക്കുമ്പോൾ അതിൻ്റെ അടുത്ത് ഈ കണ്ടൻസ് അതിനകത്തുണ്ട്. അതുകൊണ്ട് എനിക്കത് നിന്നോട് വിവരിച്ചു തരാൻ പറ്റില്ല. പക്ഷെ എനിക്ക് ഒന്ന് പറയാം, ഞാൻ നിനക്കൊരു പ്രാർത്ഥിക്കാം, കർത്താവിന് ആ വിശ്വാസത്തിന്റെ ദാനം ഞാൻ കൊടുക്കട്ടെ. ഇന്ന് ഫേസ്ബുക്കിൽ എനിക്കൊരു മെസ്സേജ് വന്നു. ഞാൻ ഈ ഇടയ്ക്ക് ഫേസ്ബുക്കിൽ ഇങ്ങനെ ഓരോ ദിവസവും ചെറിയ ചെറിയ ചില ഇൻപുട്സ് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് ഞാനൊക്കെ. അപ്പോൾ ഒരാൾ എഴുതിയിരിക്കാൻ, വാട്ട് ഈസ് വിസ്ഡം? വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ വിസ്ഡം ആൻഡ് നോളജ്? ഇപ്പൊ ഞാൻ എഴുതാൻ പോണത് ഇത് എനിക്ക് നിന്നെ പഠിപ്പിക്കാൻ പറ്റില്ല. യു ഹാവ് ടു പ്രേ ഫോർ വിസ്ഡം ആൻഡ് യു വിൽ റിസീവ് വിസ്ഡം, ദെൻ യു വിൽ അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് വിസ്ഡം. മനസ്സിലാവുന്നുണ്ടോ? ഇങ്ങനെയാണ് വിശ്വാസത്തിന്റെ ഒരു കിടപ്പ്. അപ്പോ അപ്പസ്തോലന്മാർ തന്നെ യേശുവിനോട് പ്രാർത്ഥിച്ചു, യേശുവിനോട് ചോദിച്ചു, കർത്താവേ ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണേ, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണേ. അപ്പൊ നമ്മുടെ വിശ്വാസം വർദ്ധിപ്പിക്കുമ്പോൾ യോഹന്നാന്റെ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്, ലോകത്തിന്മേലുള്ള വിജയം നിങ്ങളുടെ വിശ്വാസം. നിങ്ങളുടെ വിശ്വാസം വർദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ വിജയിച്ചു. പിന്നെ എന്തെല്ലാം പ്രതിസന്ധികൾ വന്നാലും, എന്തെല്ലാം പരീക്ഷണങ്ങൾ വന്നാലും നിങ്ങൾക്ക് ഒരു ഇളക്കം ഉണ്ടാകില്ല. യെശയ്യായുടെ പുസ്തകത്തിൽ 51-ാം അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, നിന്നെ വെട്ടിയെടുത്ത പാറയിലേക്കും, അല്ലെങ്കിൽ നിങ്ങളെ വെട്ടിയെടുത്ത പാറയിലേക്കും, നിങ്ങളെ കുഴിച്ചെടുത്ത ഖനിഗർഭത്തിലേക്കും നോക്കുവിൻ. ആരെക്കുറിച്ചാണ് ഈ പറയുന്നത് മനസ്സിലാവുന്നത്? അബ്രാഹത്തെ കുറിച്ചും സാറയെ കുറിച്ചുമാണ്. നമുക്ക് വിശ്വാസം ലഭിച്ചത് ദൈവത്തിന്റെ ദാനമായിട്ടാണ്. ആ ദൈവത്തിന്റെ ദാനമായ വിശ്വാസം ആദ്യം ഒരാളിലേക്ക് കൊടുക്കുകയാണ് ചെയ്തത്. അബ്രാഹവും സാറയും ആദത്തിന്റെ വംശാവലിയിൽ നിന്നും, ആദത്തിന്റെ ഉത്ഭവ പാപത്താൽ കളങ്കിതമായവരുമായിരുന്നല്ലോ. ആണോ അല്ലയോ? ശരിയല്ലേ? ആദത്തിന്റെ പാപം അവരിലുണ്ടായിരുന്നോ? ഒന്ന് തലയാട്ടി ഉണ്ടായിരുന്നില്ലയോ? അത് ഉണ്ടായിരിക്കെ ദൈവം അവരോട് പറയുകയാണ്, നിങ്ങളെ ഞാനൊരു അനുഗ്രഹമാണ്. ഇപ്പൊ ഇവിടെ ഏതാ വലുത്? പാപമാണോ അനുഗ്രഹമാണോ? പാപവും പാപത്തിന്റെ ശാപവും അതോ അനുഗ്രഹമാണ്? ഏതാ വലുത്? അപ്പൊ നമുക്കുണ്ടാകേണ്ട ഫസ്റ്റ് പോയിന്റ് ഇതാണ് വിശ്വാസത്തിൽ. അനുഗ്രഹം എറ്റേണലാണ്, ഇറ്റ് ഈസ് ഇൻഫിനിറ്റ്. ഈ മരിയ വ്യാനി പുണ്യവാളന്റെ ഒരു ഫേമസ് കോട്ട് ഇതാണ്, ഗോഡ്സ് ഗ്രേസ് ഈസ് സോ ഹൈ ലൈക്ക് ദ മൗണ്ട് ആൽപ്സ്. ആൽപ്സ് പർവ്വതം പോലെ ഉയർന്നു നിൽക്കുന്നതാണ് ദൈവത്തിന്റെ കരുണ, കൃപയുമെങ്കിൽ പാപം അതിന്റെ ചുവട്ടിലുള്ള മണൽത്തരി പോലെയാണ്. എന്ന് പറഞ്ഞാൽ മണൽത്തരി ഈസ് മണ്ണ്, അല്ലേ? ദാറ്റ് ഈസ് ടെമ്പററി. എന്നാൽ ദൈവത്തിന്റെ കൃപയോ ഇൻഫിനിറ്റ്. അപ്പൊ ദൈവത്തിന്റെ അനുഗ്രഹം എന്ന് പറയുന്നത് ഇൻഫിനിറ്റ് ആണ്. നമ്മൾ മാത്തമാറ്റിക്സ് പഠിച്ചിട്ടുണ്ട്. എന്താ പഠിച്ചേക്കണേ? ഇൻഫിനിറ്റ് ഡിവൈഡഡ് ബൈ എനിത്തിങ് ഈസ് ഇൻഫിനിറ്റ്. ഒന്ന് പറഞ്ഞെല്ലാവരും, ഇൻഫിനിറ്റ് ഡിവൈഡഡ് ബൈ എനിത്തിങ് ഈസ് ഇൻഫിനിറ്റ്. ആൾജിബ്ര ക്ലാസ്സിലൊക്കെ നമ്മൾ പഠിച്ചിട്ടില്ലേ? ഇൻഫിനിറ്റ് ഡിവൈഡഡ് ബൈ 2 ഈക്വൽ ടു ഇൻഫിനിറ്റ്. ഇൻഫിനിറ്റ് ഡിവൈഡഡ് ബൈ 100 ഈക്വൽ ടു ഇൻഫിനിറ്റ്. ഇൻഫിനിറ്റ് ഡിവൈഡഡ് ബൈ 1000 ഈക്വൽ ടു ഇൻഫിനിറ്റ്. അപ്ലൈ ദാറ്റ് ഹിയർ. ദൈവം ഇൻഫിനിറ്റ് ആണ്. ഒരു രണ്ട് ചെറിയ മെഴുതിരി കൊണ്ടാണ്, രണ്ട് മെഴുതിരി ഇവിടെ ഉണ്ട്, വേറെ രണ്ട് മെഴുതിരി കൊണ്ട്, മെഴുതിരി ഒരു തീപ്പെട്ടി. അപ്പോ ദൈവം
ഇൻഫിനിറ്റായ ആ ദൈവത്തിൽ നിന്ന് വരുന്നതെല്ലാം ഇൻഫിനിറ്റാണ്. ആ അർത്ഥത്തിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നിനക്കൊരു കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ അസാധ്യമായ ഒന്നുമില്ല. രണ്ട് മക്കളും യു ബോയ്സ് കം. ഇവരെ കൊണ്ട് ഇതൊരു ഡെമോൺസ്ട്രേഷൻ ആയിരിക്കാം. Careful, careful. Turn around. You see that it should come in the video. ഇപ്പോ എന്താണ് ആദ്യം മെഴുകുതിരി നമ്മൾ കണ്ടിട്ടുള്ളത്? അല്ലെങ്കിൽ ഇൻ പ്രിൻസിപ്പിൾ എപ്പോഴാണ് ആദ്യം മെഴുകുതിരി നമ്മുടെ കൈ കിട്ടിയത്? ബാപ്റ്റിസം. അപ്പോ ബാപ്റ്റിസത്തിൽ കിട്ടിയ മെഴുകുതിരിയാണ്. ഈ മെഴുകുതിരി ഇവിടുത്തെ ഇവിടുത്തെ പള്ളിയിലത്തെ ആൽഫ ഒമേഗ എന്ന് എഴുതി വെച്ചിരിക്കുന്ന മെഴുകുതിരി ഉണ്ടാവും. ആ മെഴുകുതിരി ഉയർപ്പിന്റെ ചിഹ്നമാണ്. ഉയർപ്പിന്റെ കർത്താവാ. നമ്മുടെ ലത്തീൻ കുർബാന ക്രമത്തിൽ ലിറ്റർജി ആ ഈസ്റ്റർ നൈറ്റിൽ എന്താ ചെയ്യണേ? പള്ളി മുഴുവനും ഇരുട്ടായിരിക്കും. എന്നിട്ട് വൈദികൻ ഈ ഒരു മെഴുകുതിരി കത്തിച്ചുകൊണ്ട് വരുന്നു. ദാറ്റ് ഈസ് ദ റിസൺ ലോർഡ്, ഇല്ലേ? അതിൽ നിന്ന് നമ്മളെല്ലാവരും മെഴുകുതിരി കത്തിക്കുന്നു, നമ്മളെല്ലാവരും പ്രകാശിക്കുന്നു. ആ മെഴുകുതിരിയാണ് ഈ നമ്മൾക്ക് മാമോദീസാക്കി നൽകിയത്. ഇതാണ് ആ മെഴുകുതിരി, ക്രിസ്തുവാകുന്ന പ്രകാശം. ഇതിൽ നിന്നും കത്തിച്ച് അല്ലെങ്കിൽ ക്രിസ്തുവാകുന്ന പ്രകാശത്തിൽ നിന്നും നമ്മൾക്കൊരു മെഴുകുതിരി കത്തിച്ചു തരുന്നു. ഇതാണ് now he is baptized എന്ന് പറഞ്ഞാൽ he become another Christ. ഇപ്പൊ ഈ മെഴുകുതിരി കത്തിച്ചു തരുമ്പോ എന്താ പറയുന്നത്? എന്താ? You are the light of the world. You are the light of the world. Okay. ഇനി നമ്മളിവിടെ ഒരു മാത്തമാറ്റിക്സ്, നമ്മളിപ്പോ പഠിച്ച മാത്തമാറ്റിക്സ് അപ്ലൈ ചെയ്യാൻ പോകും. എന്താ? This light is eternal, ഇല്ലേ? ഈ eternal infinite ലൈറ്റിൽ നിന്നും ഒരംശമാണ് ഇതിലേക്ക് കിട്ടിയത്. പക്ഷേ what happens? കണ്ടോ? ഇത് രണ്ടും നോക്കി തമ്മിൽ വല്ല വ്യത്യാസമുണ്ടോ? വല്ല വ്യത്യാസമുണ്ടോ? ഒരു വ്യത്യാസമില്ല. ഇനി see the other way around. ദൈവമാകുന്ന ഈ പ്രകാശത്തിന് അതിന്റെ പകുതി കൊടുക്കാൻ പറ്റുമോ? പറ്റുമോ? പകുതി കൊടുക്കാൻ പറ്റുമോ? ഒന്ന് പറഞ്ഞെല്ലാവരും. പറ്റുമോ? പറ്റുമോ? പറ്റില്ല. അപ്പൊ ദൈവത്തിനും അസാധ്യമായിട്ട് എന്തോ ഉണ്ട്. നമ്മൾ സാധാരണ ദൈവത്തിനൊന്നും അസാധ്യമായിട്ടില്ല. എന്താ ദൈവത്തിന് അസാധ്യമായിട്ടുള്ളത്? ദൈവത്തിന് അസാധ്യമായിട്ടുള്ളത് ദൈവത്തിന്റെ ആ ഇൻഫിനിറ്റ് നേച്ചറിൽ നിന്നും പകുതി കൊടുക്കാൻ പറ്റില്ല. ദൈവം കൊടുക്കുന്നത് എപ്പോഴും എന്ത് കൊടുത്താലും ഇറ്റ് ഈസ് ഫുൾനെസ് ആണ്. കണ്ടോ? നമ്മുടെ വിശ്വാസം പോകുന്നുണ്ടോ? നമ്മളുടെ വിശ്വാസം പോകുന്നുണ്ടോ? നമ്മൾക്ക് എന്താ കിട്ടിയിരിക്കുന്നത്? നമുക്ക് കിട്ടിയിരിക്കുന്നത് പകുതി യേശുവിനെയാണോ കിട്ടിയിരിക്കുന്നത്, അതോ മുഴുവൻ യേശുവിനെയാണോ കിട്ടിയിരിക്കുന്നത്? ഇനി ഇപ്പോ ഈ കടുകുമണി എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? നിങ്ങൾക്കൊരു കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അസാധ്യമായ ഒന്നുമില്ല എന്ന് ഈശോ പറയുന്നതിന്റെ അർത്ഥം. ഇപ്പൊ ഈ വെളിച്ചത്തിൽ നിന്ന് ഒരു കടുകുമണി വെളിച്ചം കിട്ടിയാൽ നിങ്ങൾക്ക് എത്ര കിട്ടി? ഫുൾനെസ്. ഇപ്പോ ഇവിടെ വിശുദ്ധ കുർബാനയിൽ മുഴുവൻ വലിയൊരു ഓസ്തിയെ കോൺസെൻട്രേറ്റ് ചെയ്തു. ആ വലിയ ഓസ്തി യേശുവാണ്. ആ യേശുവായ ഓസ്തിയെ മുറിച്ച് അതിന്റെ ഒരു കഷ്ണം നമുക്ക് തരുമ്പോ നമുക്ക് യേശുവിന്റെ കഷ്ണമാണോ കിട്ടിയത്? യേശുവാണോ കിട്ടിയത്? ആ കഷ്ണത്തെ വളരെ ചെറുതാക്കി അതിൽ നിന്നൊരു കടുകുമണി കഷ്ണം കിട്ടിയാൽ എത്ര കിട്ടി? ഉച്ചത്തിൽ പറഞ്ഞേ? മനസ്സിലായി? യേശു പറഞ്ഞതിന്റെ അർത്ഥം നിങ്ങൾക്ക് ഒരു കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആ വിശ്വാസത്തിന്റെ ഭാഷയിൽ ദൈവത്തിന്റെ ഒരംശം നിങ്ങളിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തുണ്ട്? മുഴുവനുമുണ്ട്.
അപ്പോ ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട വിശ്വാസത്തിന്റെ ഭാഷ. ഈശോ പറഞ്ഞു, ഞാൻ ലോകത്തിന്റെ പ്രകാശമാണെന്ന് പറഞ്ഞ ഈശോ ആ പ്രകാശത്തെ മുഴുവനായി നമുക്ക് നൽകിക്കൊണ്ട് നിങ്ങൾ ലോകത്തിന്റെ പ്രകാശം എന്നാണ്. നിങ്ങൾ രണ്ടുപേരും ഇതൊപ്പം ഒന്ന് പൊക്കി പിടിച്ചത് കണ്ടോ? ഇപ്പൊ എന്ന് പറഞ്ഞ് നിങ്ങൾ ലോകത്തിന്റെ പ്രകാശം. ഒന്ന് കൈയടിച്ച്. ഇതാണ് നമ്മുടെ വിശ്വാസത്തിന്റെ ഒരു ഉള്ളടക്കം. അവർ ഫെയ്ത്ത്. നമ്മുടെ വിശ്വാസത്തിന് വലിയ ശക്തിയുണ്ട്. അതാണ് യെശയ്യായിൽ പറയുന്നത്, നിന്നെ വെട്ടിയെടുത്ത പാറയിലേക്ക്. യെശയ്യാ 51:1-2 പറയുകയാണ്, കർത്താവിനെ അന്വേഷിക്കുന്നവരെ നിങ്ങൾ ഇത് അറിഞ്ഞുകൊള്ളുവിൻ. എന്താണ് വായിച്ചത്? യെശയ്യാ 51:1. ആരെങ്കിലും ഇത് വായിച്ചേ? കർത്താവിനെ അന്വേഷിക്കുന്നവരെ, രക്ഷ തേടുന്നവരെ, എന്റെ വാക്ക് കേൾക്കുവിൻ. നിങ്ങളെ വെട്ടിയെടുത്ത പാറയിലേക്കും നിങ്ങളെ കുഴിച്ചെടുത്ത ഖനിഗർഭത്തിലേക്കും നോക്കുവിൻ. അബ്രാഹാം ഏകനായിരുന്നപ്പോൾ ദൈവം അവനെ വിളിച്ചു. സാറയുടെ ഗർഭം വരണ്ടു പോയപ്പോൾ, അതായത് അവൾക്ക് മെനോപ്പസായി, അതുവരെ ദൈവം പറഞ്ഞിരുന്നു നിനക്ക് കുഞ്ഞുണ്ടാവും എന്ന് പറഞ്ഞു. വളരെ പ്രതീക്ഷയോടെ ഒരു സ്ത്രീ, അവൾ ഗർഭധാരണ ശേഷി പൂർണ്ണമായിട്ടില്ല എന്ന് അവൾക്ക് മനസ്സിലാവുന്നത് എപ്പോഴാണ്? അവള് മെനോപ്പസിലേക്കായി. ഇനി അവൾക്ക് ഒരു കുഞ്ഞുണ്ടാകാനുള്ള യാതൊരു സാധ്യതയും ഇല്ല. സമ്മതിച്ചല്ലോ ഇല്ലേ? അപ്പോഴാണ് കർത്താവ് വന്നിട്ട് പറയുകയാണ്, ഇനി അടുത്ത വസന്തത്തിൽ നിനക്കൊരു കൃത്യമായ സമയം പറഞ്ഞിരിക്കും. അടുത്ത വസന്തത്തിൽ ഞാൻ ഇതിലെ വരുമ്പോൾ നിനക്കൊരു കുഞ്ഞായി. അതുകൊണ്ടാണ് സാറ ചിരിച്ചത്. എന്തുകൊണ്ട് ചിരിച്ചത്? ഇത്രയും നാളും കുഞ്ഞുണ്ടാവുന്നു പതിവിളിച്ചിരിക്കും. ഇപ്പൊ മെനോപ്പസ് ആയി കഴിഞ്ഞപ്പോഴാണോ ഇത് സംഭവിക്കാൻ പോകുന്നത്? വാസ്തവത്തിൽ എന്തുകൊണ്ടാണ് അതുവരെ കുഞ്ഞുണ്ടാവാതിരുന്നത്? കർത്താവ് ഇവിടെ മെനോപ്പസ് ആകാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. ഇപ്പോൾ മെനോപ്പസ് ആവുന്നതിന് മുൻപാണ് കുഞ്ഞുണ്ടായതെങ്കിൽ അത് ആരുടെ പ്രവൃത്തിയിലുണ്ടായി? അത് അവരുടെ ലൗകിക, അവരുടെ ആ ശാരീരിക ബന്ധത്തിലൂടെ കുഞ്ഞുണ്ടായി. അതിൽ ഒരു ദൈവികമായ പ്രത്യേക ഇടപെടൽ മനസ്സിലാവുന്നില്ല, ഇല്ലേ? മനസ്സിലായോ? അപ്പൊ അതാണ് നിന്നെ വെട്ടിയെടുത്ത പാറയിലേക്ക് നോക്കുവിൻ. അബ്രാഹാമത്തിന് കർത്താവ് ഇത് പറഞ്ഞപ്പോ അല്പം പോലും സംശയം ഉണ്ടായില്ല. എന്ന് പറഞ്ഞപ്പോ ഇവര് മെനോപ്പസ് ആണെങ്കിലും ഇവർക്ക് കുഞ്ഞുണ്ടാവും. എന്തുകൊണ്ട് കുഞ്ഞുണ്ടാവും? കർത്താവ് പറയും. ഏത് കർത്താവ്? ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ച കർത്താവ് പറയണു എന്ന് അബ്രാഹാം. ഇപ്പൊ മനസ്സിലായോ? നമുക്ക് കിട്ടിയ വിശ്വാസത്തിന്റെ ഒരു ഒറിജിൻ. ഈ വിശ്വാസത്തിന്റെ ഭാഗമാണ് നമ്മൾ. അപ്പോ ആ സാറ ഗർഭിണിയായത് അബ്രാഹത്തിന്റെയും സാറയുടെയും ശാരീരികവും അല്ലെങ്കിൽ നാച്ചുറൽ ആയിട്ടുള്ള ഒരു പ്രൊക്രിയേറ്റീവ് ഫിനോമിനയിലൂടെ അല്ല, മറിച്ച് ദൈവത്തിന്റെ കൃപ. എന്താ കൃപ? ദൈവികത മാനുഷികതയും ഇടപെടുക. മനസ്സിലായില്ലേ? അപ്പോഴാണ് കൃപയുടെ വരവ്, അനുഗ്രഹത്തിന്റെ വരവ്. അതിനു മുമ്പ് മോശയോട് പറഞ്ഞു, മോശയുടെ കാലത്ത് സകലത്തെയും നശിപ്പിച്ച ദൈവം ഇവിടെ പറയുകയാണ്, ഇനി ഞാൻ നശിപ്പിക്കുകയില്ല, ഞാൻ നിന്നെ ഒരു അനുഗ്രഹമാക്കും. നിന്നിലൂടെ പ്രപഞ്ചമെല്ലാം അനുഗ്രഹിക്കപ്പെടും. എന്തെല്ലാം ശാപമുണ്ടായാലും ആ ശാപം ഇൻഫിനിറ്റ് അല്ല, ഇല്ലേ? ശാപവും പാപവും ഈസ് എ ഫിനിറ്റ് സബ്ജക്ട്, whereas God is infinite. അപ്പോൾ ഞാൻ ഈ പ്രകാശത്തെ കാണിച്ചത് അനുഗ്രഹമാണ്. ഈ
പടരുമ്പോൾ എല്ലാം അന്ധകാരം അകലുന്നു. അങ്ങനെ ഉള്ള ഒരു രഹസ്യമാണ് അബ്രാഹത്തിലൂടെ ദൈവം സൗജന്യമായി, അതാണ് പൗലോസ്ലീഹയുടെ ലേഖനത്തിൽ പറയുന്നത്, വിശ്വാസം ദൈവത്തിന്റെ സൗജന്യമായ ഒരു ദാനമാണ്. ഒരുവൻ ജോലി ചെയ്യുന്നതിന് പ്രതിഫലം കിട്ടുന്നത് ദാനമാണ്. അല്ലല്ലോ, അല്ലേ? നമ്മൾ ജോലി ചെയ്യണം, നമുക്ക് ശമ്പളം കിട്ടണം എന്നുള്ളത് നമ്മുടെ അവകാശമാണ്. വിശ്വാസം അങ്ങനെയല്ല നൽകിയിരിക്കുന്നത്. ഒരുവന്റെ പ്രവൃത്തി കൂടാതെ അവന് നൽകുന്നതാണ് വിശ്വാസം. നമ്മുടെ പ്രവൃത്തി, ഇപ്പൊ അബ്രാഹത്തിന് കുഞ്ഞുണ്ടായത് സാറയുടെയും അബ്രാഹത്തിന്റെയും പ്രവൃത്തിയുടെ ഫലമായിട്ടാണോ അതോ ദൈവത്തിന്റെ സൗജന്യ ദാനമായിട്ടാണോ? ഇപ്പൊ ക്ലിയർ ആയില്ലേ? ഇല്ലേ? ഇപ്പൊ ക്ലിയർ ആയോ? പക്ഷേ അബ്രാഹാം വിശ്വസിച്ചു, ഈ അവസ്ഥയിലും എന്റെ സാറയ്ക്ക് ഗർഭിണിയാകാൻ ദൈവത്തിന്റെ ശക്തിയോട് സാധിക്കുമെന്ന് അബ്രാഹാം ആ വിശ്വസിച്ചതാണ് ദൈവത്തിന്റെ വിശ്വാസമെന്ന ദാനം. അബ്രാഹാം ഇതിന് ഈ അബ്രാഹത്തെ കുറിച്ചുള്ള ചില ഫിലിമുകളുണ്ട്, അത് കാണുന്നതല്ല. നമ്മള് സുവിശേഷത്തിൽ വായിക്കുമ്പോൾ അല്ലെങ്കിൽ ഓൾഡ് ടെസ്റ്റ്മെന്റിൽ അത് വായിക്കുമ്പോൾ അത്രയും ക്ലിയർ ആയിട്ട് നമുക്ക് തോന്നില്ല. ദൈവം അബ്രാഹത്തിനെ വിളിച്ചു, നീ നിന്റെ ഭാര്യയും അല്ലെങ്കിൽ നീ നിന്റെ പിതൃഭവനവും എല്ലാം വിട്ടിട്ട് ഞാൻ പറയുന്ന ദേശത്തെ